ഹലോ ഗൈസ്, അപ്പോൾ നോണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മൈനിങ് ഏരിയയിൽ അയൺ മൈൻ ചെയ്തിട്ട് ഫുൾ അയൺ ആർമർ ആവാൻ പോവാണ്. അപ്പോൾ നമുക്കപ്പോൾ പോയിട്ട് മൈൻ ചെയ്യാം ഗൈസ്. ഇത് നമ്മുടെ 5ാമത്തെ എപ്പിസോഡാണ്. ഇന്നലത്തെ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അതിന് നന്ദിയുണ്ട് ഗൈസ്. ഇതേപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് വീഡിയോ ഒക്കെ ഇടാൻ പറ്റും ഗൈസ്. അപ്പോൾ നമുക്ക് മൈനിങ് ഏരിയയിൽ പോയിട്ട് മൈൻ ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാണ്ട് ഗൈസ്, ഒരു സ്റ്റോൺ കട്ടർ വേണം ഗൈസ്. സ്റ്റോൺ കട്ടർ എൻ്റെ 2 ഉണ്ടായിരുന്നു. അത് ഏതിലാണ് എവിടെയാണ് കൊണ്ടുവച്ചതെന്ന് ഓർമ്മയില്ല. ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. അതെ, എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കുറച്ച് ഫുഡ് വേണം. ഫുഡിന് ഇവിടെ വന്ന് ഒന്ന് കുക്ക് ചെയ്യാൻ എൻ്റെ ഒന്നുമില്ലല്ലോ. ഇതുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് കിട്ടിയില്ല. അപ്പോൾ അത് ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു പോർക്ക് ചോപ്പായി, പിന്നെ ഇത് കുറച്ചുകൂടി ആവാനുണ്ട്. പിന്നെ ഇതൊരു കോഴി, എത്ര ഉള്ളോ അധികമൊന്നുമില്ല. പിന്നെയും കുറച്ച് മോബിലെ പോയി കൊല്ലാൻ കിട്ടും ഗൈസ്. അപ്പോൾ ഇനി കുറച്ചുകൂടി എത്തിക്കാൻ അവിടെ ഉണ്ടോയെന്ന് നോക്കട്ടെ ഞാൻ. അവൻ അതിൻ്റെ അകത്ത് കയറിപ്പോയി. അപ്പോൾ കുറച്ചുകൂടി 2 തന്നെ. ഈ ഒരു ക്രീപ്പർ ഇതുവഴി ഓടിയ ക്രീപ്പറിനൊക്കെ പേടിയാണ്. ഈ ക്രീപ്പറിന് കൊല്ലാനൊന്നും അറിയില്ല. വീടിൻ്റെ അടുത്ത് വെച്ച് മാത്രം പൊട്ടരുത്. ഹായ്, ഇനി ഇതൊന്ന് ഫില്ല് ചെയ്യണ്ടേ? അപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് ഞാൻ വരാം. ഓക്കെ ഗൈസ്, 3 പോർക്ക് ചോപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊക്കെ കളക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഇൻവെൻറ്ററി ഒന്ന് സോർട്ട് ചെയ്ത് വെക്കണം അടിയിൽ പോയിട്ട്. അപ്പോൾ നമുക്കിനി അതും കൂടി ചെയ്യാം ഗൈസ്. നിറച്ച് സാധനങ്ങളാണ് ഇതിലിരിക്കുന്നത്. ഇതും കൂടി എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കണം. ടോർച്ച് ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും വേണം. അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കാം. ഫസ്റ്റ് ഇതിലേക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിള് ഒരു കുറച്ചെടുത്തിട്ട് അത് മുഴുവൻ എടുത്ത് ടോർച്ചാക്കാം. ഓക്കെ, ഇനി ഇതെങ്ങനെ തുറന്ന് ഞാൻ തുറന്നു അടച്ചു. ഇനി നമുക്ക് ഇൻവെൻറ്ററി ഒന്ന് സോർട്ട് ചെയ്യണം. ഇവനെന്താ ഇതിൻ്റെ അകത്ത്? ഇവൻ്റെ 10 കോള് കൊടുത്ത ഒരു എമറണ്ട് വരും ഗൈസ്. അവനവിടെ പോയിക്കോട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് സോർട്ട് ചെയ്ത് വെച്ചിട്ട് വരാം. പിന്നെ ഞാൻ ഗൈസ് ഇത് ഞാൻ തുറന്നു നോക്കി. അപ്പോൾ ഇത് ഞാൻ തുറന്നപ്പോൾ ഇവിടെ ഫുഡ് ഇരിക്കുന്നു. അപ്പോൾ ഇതിവിടെ തന്നെ ഇരുന്നോട്ടെ, വെറുതെ പോയി ഹണ്ട് ചെയ്തു. അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ പൊട്ടാറ്റോ ഫാർം ഇവിടെ നന്നായി വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ സോർട്ട് ചെയ്തിട്ട് ഓക്കെ, അതൊക്കെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളതെന്ന് പറയുമ്പോൾ ഇത്ര സാധനങ്ങളാണ്. വുഡ് ഇനി കുറച്ചുകൂടി വേണം. പിന്നെ ഈ സ്റ്റോൺ കട്ടർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കാനാണ്. സ്റ്റെപ്പ് ഉണ്ടാക്കി പോവുക ഗൈസ്. പിന്നെ നമുക്ക് മുകളിൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു ഡൗട്ട്. നേരത്തെ വെച്ചത് പിന്നെയും വെച്ചത്.
ഇല്ല. എന്തോ ഒരു ഓർമ്മ പെട്ടെന്ന് അധികം ഓർമ്മ പോയി, അതെന്താണ്. പിന്നെ നമുക്കിനി ഈ അടിയത്തെ ഇത് പൊട്ടാറ്റോ ഒന്ന് നമുക്ക് കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത് കൃഷി ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതൊക്കെ തിരിച്ച് നട്ടച്ചിട്ടുണ്ട്. പിന്നെ 28 പൊട്ടാറ്റോയും കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ ഒരു പോഷണസ് പൊട്ടാറ്റോ കിട്ടി. അപ്പോൾ അത് അതിൻ്റെ അകത്തിരുന്നോട്ടെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ മൈനിങ്ങിന് പോകാം ഗൈസ്. അല്ല, പിന്നെ കുറച്ച് വുഡും കൂടി വേണം. അത് അവിടെ നിന്ന് മൈൻ ചെയ്തെടുത്തുള്ളൂ. അവിടെ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വീഡിയോ ഇടണമെന്നായിരിക്കും. അയ്യോ, ഇവിടെ ബീസ് ഉണ്ടായിരുന്നോ? കുഴപ്പമില്ല, അത് നമുക്കിവിടെ തിരിച്ച് വയ്ക്കാം. ഇത് വേറെ എടുക്കാം. ഇത് വളരുമ്പോൾ തന്നെ ബീസായിട്ട് വളരാണ്. കുഴപ്പമൊന്നുമില്ല എന്നാലും. ഓക്കെ, അപ്പോൾ നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കണ്ട ബീസ് വന്ന് തേണ്ടെങ്കിലും. അപ്പോൾ ഇനി നമുക്ക് പോയി മൈനിങ്ങിന് പോവാം. മൈനിങ്ങിന് ഇപ്പോൾ തന്നെ കണ്ട ഇങ്ങനെ ഓടുമ്പോഴാണ് ഫുഡ് കുറയുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാം. പൊട്ടാറ്റോ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. ഇതാ കുറച്ചേ കയറണുള്ളൂ. തൽക്കാലത്തേക്ക് ഇത് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. അതിന് ഇവിടെ എവിടെയെങ്കിലും അതിരിന് കോളൊക്കെ ഉണ്ടാവും. ചെറുതായി ചുമയും കപക്കെട്ടൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഈ വീഡിയോ മൈനിങ്ങിൻ്റെ വീഡിയോ ആണ്, വേറെ എന്തിൻ്റെങ്കിലും വീഡിയോ ആണ്. ഞാൻ ഫുഡ് കുക്ക് ചെയ്യുന്ന വീഡിയോ ആക്കാൻ പോകാൻ തോന്നുന്നുണ്ട്. അല്ല ഗൈസ്, നമ്മൾ മൈൻ ചെയ്തെടുക്കും. ഇവിടെ കുറേ ഗോൾഡ് എടുക്കാം. പൊട്ടാറ്റോ കൊണ്ട് കുക്ക് ചെയ്യാൻ വെച്ചാൽ ഈ പൊട്ടാറ്റോ അപ്പോൾ മൈനിങ്ങിന് മുമ്പ് എടുക്കണ്ട, അത്ര മതി. ബാക്കി പിന്നെ എടുക്കാം. അതാകുമ്പോൾ കുറേ സമയം പിടിക്കും ഗൈസ് ഇത് മുഴുവനായി വരാൻ. അപ്പോൾ ഞാനിത് കൊണ്ട് വെച്ചിട്ട് വരാം ഗൈസ്. നോക്ക് ഗൈസ്, ഞാനിവിടെ വെച്ചിരുന്ന ഈ സാധനത്തേക്കൊക്കെ ഒരാൾ ജോബായിട്ട് കയറി വരട്ടെ. ഞാനത് കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ ഇത് സ്റ്റോൺ കട്ടറാണ് ജോബ് എടുത്ത് നോക്കുന്നത്. എന്തിട്ടാണ് റാബിറ്റിൻ്റെ ഇറച്ചി വിറ്റ ഒരു എമറാൾഡ് കിട്ടും. 4 ഇറച്ചി വിറ്റ ഒരു എമറാൾഡ് കൊടുത്ത സ്റ്റ്യൂ കിട്ടും. റാബിറ്റിൻ്റെ സ്റ്റ്യൂ അതൊന്നും എനിക്ക് വേണ്ട. ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് പോകുന്നുണ്ട്. അതാണ്. അപ്പോൾ വീടിൻ്റെ അകത്ത് വല്ല സോംബി ക്രീപ്പർ അങ്ങനെ കയറി വന്നാലും. അയ്യോ, വൈ തട്ടി പോയതാ. സോറിടാ, എന്നോട് സോറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എടുക്കാം. വേഗമാവുന്നുണ്ട്. ഞാൻ പകുതി ഇതിലും പകുതി മറ്റേലും വെച്ചു. ഇതിലാവുമ്പോൾ ഇതിലായിരുന്നല്ലോ, അങ്ങനെ മാറ്റി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ മൈനിങ് ഏരിയയ്ക്ക് പോയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മൈനിങ്ങിന് പോകാം ഗൈസ്. നമുക്കിനി ഇങ്ങനെ സ്ട്രിപ്പ് മൈൻ ചെയ്ത് പോവാം ഗൈസ്. അതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇത് വെച്ച് വരാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എനിക്ക് പിന്നെ ഇതിനിടെ സ്റ്റോൺ കട്ടർ കൊടുത്തിട്ടുള്ളത്. സ്റ്റോൺ കട്ടർ കൂടെ വെച്ചിട്ട് ഈ കിട്ടിയതാണ് കോബിൾ സ്റ്റോണിൽ വെച്ചാൽ ഇതാക്കിയിട്ട് കുറേ എടുക്കണം. അതായത് നിങ്ങളെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തുകൂടെയെന്ന്. അപ്പോൾ എന്തോ സ്റ്റോൺ കട്ടർ എന്തായാലും 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തു. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതിലെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാനപ്പോൾ ഇത് മൈൻ ചെയ്തിട്ട് വല്ലതും കിട്ടുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ അയൺ -80ലും -180 എത്രയിലൊക്കെയാണ് സ്പോൺ ആവുക. അപ്പോൾ അങ്ങളൊക്കെ നമുക്ക് കുഴിച്ച് പോകണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വല്ലതും കിട്ടുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം.
ഗൈസ് അപ്പോൾ നമുക്ക് ലാപ്പിസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്ര കുഴിച്ച് വന്നപ്പോഴേക്കും നമുക്ക് ലാപ്പിസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ലാപ്പിസിൽ നിന്ന് എക്സ്പി കിട്ടും, പിന്നെ ഒരു പ്രാവശ്യം കുഴിച്ചാൽ കുറേ കിട്ടും. കുറേ ഉണ്ട് ഗൈസ്. ലാപ്പിസ് വെച്ച് എൻചാൻറ്റിങ് ഒക്കെ ചെയ്യും, അല്ലാണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഓക്കെ, അത്ര എടുത്തപ്പോൾ നമുക്ക് 34 ലാപ്പിസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഈ ബാക്കി മൈൻ ചെയ്യട്ടെ. ഗൈസ് അപ്പോഴേക്കും നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് മൈൻ ചെയ്തുള്ളൂ, അപ്പോഴേക്കും നമുക്ക് അയൺ കിട്ടി. ഇതാണ് ലാപ്പിസ് കിട്ടിയ സ്ഥലം. അത് ഞാൻ അടച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് ലാപ്പിസ് കിട്ടിയ സ്ഥലം. ഞാൻ അടച്ചു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ഒരു പ്രാവശ്യം ഒന്ന് മൈൻ ചെയ്തുള്ളൂ, അപ്പോഴേക്കും നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. അയൺ എത്ര ഉണ്ടെന്ന് നോക്കാം. കുറേ ഉണ്ട് ഗൈസ്. ഓക്കെ, അതായപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 എണ്ണം കിട്ടി ഗൈസ്. നമുക്കിനി എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ 7 എണ്ണം ലെഗിൻസിന് വേണം, 4 എണ്ണം ബൂട്ട്സിന് വേണം. അപ്പോൾ 7 4 11. അതിലത്തെ 10 എണ്ണമായി 11. പിന്നെ 5 എണ്ണം 1 2 3 4 5 എണ്ണം ഹെൽമെറ്റിന് വേണം. അപ്പോൾ 14 19 അയൺ വേണം ഗൈസ്. അതിൽ 10 എണ്ണം കിട്ടിയിട്ട് ഇനി 9 എണ്ണം കൂടി കിട്ടണം. അപ്പോൾ ബാക്കി കിട്ടിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. സോംബിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, കുറച്ചുകൂടി വന്നാൽ നമുക്ക് പിന്നെ അയൺ കിട്ടിയിട്ടുണ്ട്. ഇതിന് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ നമുക്ക് മുഴുവൻ അയൺ ആർമർ ആവാനുള്ളത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 11 എണ്ണം കിട്ടിയ അവിടെ നിന്ന് 11 എണ്ണം കിട്ടിയ അവിടെ നിന്ന്. അപ്പോൾ നമുക്കിനി അത് കൊണ്ടുപോയിട്ട് നമുക്കിനി അയൺ ആർമർ ആക്കാം ഗൈസ്. ഇപ്പോൾ എത്ര എണ്ണമായി? 21 അയണായി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റെപ്പ് വെച്ച് പോയിട്ട് മുകളിലെത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ് അപ്പോൾ അത് മുഴുവനും വെച്ചിട്ടുണ്ട് അവിടെ വരെ. അപ്പോൾ ഇനി നമുക്ക് മുകളിൽ കയറി പോവാം. അയ്യോ, സോംബിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. രാവിലെ ആയിരുന്നു കയറി ചെല്ലുമ്പോൾ പോലെ ക്രീപ്പർ ഇല്ലാണ്ടിരുന്നാൽ മതി. ഓക്കെ, ഒരു നൈറ്റ് മുഴുവനുണ്ടായി. അയ്യോ, സ്കെൽറ്റൻ്റെ ശബ്ദം. നമുക്ക് വേഗം പോയിട്ട് വീട്ടിൽ കയറാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അയൺ കുക്ക് ചെയ്യാൻ വയ്ക്കുക. 5 കോളെടുത്ത് ഇതിൽ വയ്ക്കുക. ഇതിലത്തെ പകുതി എടുത്ത് ഇതിൽ വയ്ക്കുക. 5 കോള് ഇതിൽ വയ്ക്കുക. ബാക്കി ഇതിൽ വയ്ക്കുക. അപ്പോൾ ഇനി ഇത് അയൺ ഇങ്കട്ടായിട്ട് കിട്ടിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഇതാവുമ്പോഴേക്കും ഞാൻ പോയിട്ട് എൻ്റെ ഇൻവെൻട്രി ഒന്ന് സോർട്ട് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇൻവെൻട്രി സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാല്യുബിൾസ് ടെസ്റ്റിൽ ലാപ്പിസും കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്കത് പോയിട്ട് അയൺ നോക്കാം. ഗൈസ് ആയിണ്ട് 11 10. നമുക്ക് 21 അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫുൾ അയൺ ആർമർ ആവാം ഗൈസ്. ഫസ്റ്റ് ലെഗിൻസ്, പിന്നെ ഹെൽമെറ്റ്,
പിന്നെ ഒരു ബൂട്ട്സ്. മറ്റേ ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ബാക്കി 5 അയൺ ഉണ്ട്. ഈ 5 അയൺ കൊണ്ട് നമുക്ക് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഒരു അയൺ പിക്കാക്സ്. ഓക്കെ, ബാക്കി 2 അയൺ ഉണ്ട്. ഇനി നമുക്ക് ഫുൾ അയൺ ആർമർ ആവാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അയൺ കൊണ്ട് അടിയിൽ വയ്ക്കാം. ഇവിടെ 2 അയൺ ഉണ്ട് ബാക്കി. അത് വെച്ചൊരു സ്വോർഡ് ഉണ്ടാക്കാം. അത് ഫുൾ അയൺ ടൂൾസ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാം. ഒരു സ്വോർഡ് ഉണ്ടാക്കാം. ഒരു സ്വോർഡ്. ഓക്കെ, ഇനി ബാക്കിയുള്ള അയൺ ബാക്കി അയണില്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.